കോപ്പ അമേരിക്ക അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. അർജന്റീനക്കാർക്ക് ഇപ്പോൾ കാത്തിരിപ്പൊന്നുമില്ല, വീണ്ടും ചാമ്പ്യന്മാരായി വാഴുകയാണ്. അതെ, 2024 കോപ്പ അമേരിക് ഇന്ന് കൊളംബിയയെ തോൽപ്പിച്ച് അർജന്റീന രാജ്യപട്ടം ഉയർത്തിയിരിക്കുകയാണ്. മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീനയുടെ വിജയം. മത്സരത്തിൻ്റെ 66-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ പരിക്ക് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. പക്ഷെ പഴയതുപോലെയല്ല ഇപ്പോൾ. എല്ലാവരും ഒന്നൊന്നായി പൊരുതുന്ന അർജന്റീനയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് കിരീടത്തിൻ്റെ വളർച്ചയും. ലയണൽ മെസ്സിയെ പിൻവലിച്ചതിന് ശേഷം അർജന്റീനയുടെ കാലുകളിൽ ഒന്ന് പതറിയെങ്കിലും പക്ഷേ തിരിച്ചു പിടിച്ചായിരുന്നു അർജന്റീനയുടെ പ്രകടനം. മത്സരം 90 മിനിറ്റ് കഴിയുമ്പോൾ സമനിലയാണ്, 0-0. അധിക സമയത്തിലേക്ക് കടന്ന മത്സരത്തിൽ ലൗതാറോയെ 97-ാം മിനിറ്റിലാണ് അർജന്റീന ഇറക്കുന്നത്. അതിനുശേഷം എക്സ്ട്രാ ടൈമിൻ്റെ രണ്ടാം പകുതിയിൽ 112-ാം മിനിറ്റിലായിരുന്നു മാർട്ടിനസിൻ്റെ ഗോൾ. ഇതോടെ അർജന്റീന ചാമ്പ്യൻസ് പട്ടം ഉറപ്പിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മെസ്സിയും സംഘവും. 2014 ലോകകപ്പും 15-16 കോപ്പ അമേരിക്കയും തുടർച്ചയായി തോറ്റപ്പോൾ 2021 കോപ്പയും 2022 വേൾഡ് കപ്പും ഇപ്പോൾ ഇതാ 2024 കോപ്പ അമേരിക്കയും. തുടർ കിരീടങ്ങൾ നേടി അർജന്റീന തുടർ തോൽവികളെ മറക്കുകയാണ്. എന്നും രക്ഷകനായി വരുന്ന മാലാഗ ഇന്ന് രക്ഷകനായി അവതരിച്ചില്ല. പക്ഷേ കളം നിറഞ്ഞ് കളിച്ചത് ഡിമേരിയ തന്നെയായിരുന്നു. ടൂർണമെൻറ്റിലെ മികച്ച താരം കൊളംബിയൻ താരം റോഡ്രിഗസ് ആയിരുന്നു. എന്നാൽ മികച്ച ഗോൾ കീപ്പർ പതിവ് തെറ്റാതെ എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരുന്നു. ടൂർണമെൻറ്റിൽ 5 ഗോളുകൾ നേടി ലൗതാറോ മാർട്ടിനസ് ഗോൾഡൻ ബൂട്ടിനും അർഹനായി. എന്നാൽ സങ്കടമെന്തെന്നാൽ അർജന്റീനയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടാൻ ഇനി അവരുടെ മാലാഗയില്ല. ഈ ഫൈനൽ അയാളുടെ അവസാനത്തെ മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പുയർത്തുമ്പോൾ മെസ്സി ഡിമേരിയയും ഒട്ടമെൻ്റെയും ചേർത്ത് പിടിച്ചു. 3 പേരും കൂടിയാണ് ആ കോപ്പ കിരീടം ഉയർത്തിയത്. ലയണൽ മെസ്സി 2026 ലോകകപ്പിനുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഉണ്ടാവട്ടെ എന്ന് ഫുട്ബോൾ ലോകവും. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.